ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര ആർത്തല എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചായക്കാട് മലമുകളിലേക്കാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ദുർഘടം നിറഞ്ഞ കാട്ടുപാതയിലൂടെയാണ് നമുക്ക് ഈ മലമുകളിലേക്ക് എത്തേണ്ടത്. ഉരുൾപൊട്ടിയും മറ്റും ഉരുളങ്കല്ലുകളും ഒക്കെ വന്ന് അടിഞ്ഞതിനാൽ റോഡ് യാത്ര ചെയ്യാൻ വളരെ ദുഷ്കരമാണ്. മാത്രമല്ല, നമ്മൾ മല മുകളിലേക്ക് എത്തുന്തോറും കാട്ടാനകളും മറ്റും ഒക്കെ റോഡ് സൈഡിലും അതുപോലെ നമുക്ക് തടസ്സമായിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു 6 മണിക്ക് മുമ്പായിട്ട്, ഇരുട്ട് വീടിന് മുമ്പായിട്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര തടസ്സപ്പെടും. സോ എല്ലാവർക്കും ഈ യാത്രേൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ 2 വീലർ അതിനെ കയറി പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഇതിന് മുകളിലൊക്കെയുള്ള കൃഷിക്കാരും ഇതിന് മുകളിലൊക്കെ ഈ മലമുകളിൽ എസ്റ്റേറ്റുകളും കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ 4 വീൽ ഡ്രൈവുള്ള ജീപ്പിലാണ് മുകളിലേക്ക് പോകുന്നത്. അവിടെയൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ പ്രയാസമുള്ളതാണ്. പക്ഷേ നമ്മളൊരു സാഹസിക യാത്ര എന്നുള്ള രീതിയിലാണ് ഈ യാത്ര ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കാണുന്ന ഈ വീഡിയോ എടുക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ അതുപോലെ ഷെയ്ക്കിങ്ങും ഒക്കെ ഒന്ന് ക്ഷമിക്കണം. കാരണം മൊബൈൽ ക്യാമറയിൽ നേരത്തെ നമ്മൾ പറയുന്ന പോലെ തന്നെ മൊബൈൽ ക്യാമറയാണ് നമ്മൾ ഷൂട്ടിങ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല, കാഴ്ചയിൽ കൂടെ നമുക്ക് കാണാം. ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ തന്നെ വൈകിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് വിചാരിച്ച സമയത്ത് എത്താൻ കഴിയില്ല. നമ്മൾ പോകുന്ന വഴിക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്ന അമ്പലങ്ങളിലും മറ്റും ഈ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും. അവിടെ ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ചില പ്രത്യേക സമയങ്ങളിലൊക്കെ അവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പരിസ്ഥിതി കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. നേരെ ഇരുട്ടി തുടങ്ങി. എന്തായാലും ഇന്ന് 6 മണിക്ക് മുമ്പ് നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തില്ല. കുറച്ച് മല മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു ഏറുമാടം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എത്തിയിട്ട് അവിടെ രാത്രി തങ്ങി രാവിലെ വീണ്ടും മല കയറാനുള്ള യാത്ര തുടരാമെന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ച സമയം വൈകിയതുകൊണ്ട് ഇന്നിപ്പോൾ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കരുവാരക്കുണ്ടുള്ള ഒരു സുഹൃത്തിൻ്റെ ഒരു തോട്ടം, അതിനോടനുബന്ധിച്ച് ഒരു കാവപ്പരിയുണ്ട്. അവിടെ നിന്ന് സ്റ്റേ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അവിടെ കരുവാരക്കുണ്ടുള്ളൊരു ആലങ്ങാട് നാണിയക്കാന്ന് പറയുന്ന ആളുടെ ഒരു കൃഷിത്തോട്ടം, അതിൻ്റെ ഒരു കാവപ്പരിയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവിടെയാണ് ഇന്ന് രാത്രിയത്തെ സ്റ്റേ. നേരെ പുരട്ടി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര നാളെ രാവിലെ ആരംഭിക്കുന്നതാണ് വിചാരിക്കുന്നത്. രാത്രിയായി. ഞാൻ ഇതിലെ റെക്കോർഡിങ് സൗണ്ട് ക്ലാരിറ്റി ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് സൗണ്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് ആനയുടെയൊക്കെ ചിന്നവിളിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യത്തെ അനുഭവമാണ് രാത്രി ആനകളെ ചുറ്റും ഒരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഴിയാന്നുള്ളത്. അവിടെ ഒരു 3 പണിക്കാർ ഈ വീട്ടിലുണ്ട്. അവരുടെ രാത്രി കാലത്തെ വിനോദമാണ് ഈ കാണുന്ന റേഡിയോ. അതിലുള്ള പാട്ട് കേൾക്കുക. അങ്ങനെയൊക്കെയാണ് ഒരു നേരം വെളുപ്പിക്കുന്നത്. നമ്മുടെ കൂടെ എല്ലാം ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ കരുതി ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ കരുതി നോക്കും. കുക്കിങ്ങാണ് രാത്രി. വെടിപറച്ചിലൊക്കെ സുഹൃത്തുക്കളൊക്കെ ഇരുന്നിട്ട് എല്ലാവരും ഇരുന്ന് സംസാരിച്ചിരിക്കുകയാണ്. തണുപ്പുമാണ്. മാത്രമല്ല വന്യജീവി ഉപദ്രവം ഉണ്ടാകുന്ന പേടിയുണ്ട്. നാളെ മട്ടേരിന്റെ കഞ്ഞി നമുക്ക് നമ്മുടെ താമസിക്കുന്ന ഈ
തോട്ടത്തിൻ്റെ ഫാം ഹൗസിൻ്റെ ചുറ്റുപാടും കമ്പിവേലിയുണ്ട്, വൈദ്യുതി വേലിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ധൈര്യത്തിൽ ഇവിടെ കിടന്നുറങ്ങാം. പക്ഷേ രാത്രി നമ്മുടെ വീടിന് ചുറ്റും ആന ഓട പൊട്ടിക്കുന്ന സൗണ്ടും മറ്റുമാണ് കേട്ടിട്ട് രാത്രി ശരിക്കും മുഴുവനായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. നേരം വെളുത്തു നമ്മുടെ യാത്ര തുടരാനുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും. അപ്പം ഇനി ഏകദേശം ഇവിടുന്ന് നമുക്കൊരു 15 കിലോമീറ്ററോളം ഇനിയും മല കയറാനുണ്ട്. നമ്മുടെ ആതിഥേയനായിട്ടുള്ള മലങ്ങാട് നാണിയൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. ഈ മലമുകളിലുള്ള ഒരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിനെ കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന പഴയകാല കർഷക തൊഴിലാളികളുടെ അനുഭവങ്ങളും മറ്റൊക്കെ വിവരിച്ചു തരികയാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ ആയിരുന്നു ഈ ഭാഗങ്ങളിൽ തോട്ടങ്ങളുടെയും മറ്റും നിയന്ത്രണം ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1800-കളിലൊക്കെ ഈ വഴിക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിലുള്ള എസ്റ്റേറ്റുകളും മറ്റുമായിരുന്നു. അവിടെ പണിക്ക് വരുന്ന ആളുകളെ നിയന്ത്രിച്ചും മറ്റും അവരുടെ ക്രൂരതകളും അതുപോലെ നമ്മുടെ സ്വദേശിയായിട്ടുള്ള ആളുകളോടുള്ള അവരുടെ പെരുമാറ്റം, അവരുടെ ക്രൂരമായിട്ടുള്ള ഭരണരീതികളൊക്കെ ഈ നാളികേക്കൻ്റെ മുൻ തലമുറക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാണ്. ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു ആളാണ് നമ്മുടെ ഈ ആലങ്ങാട് നാണികേക്കൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അയാളുടെ ഫാം ഹൗസിലായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി കഴിഞ്ഞിരുന്നത്. ഇവിടുന്ന് നമുക്കിനി ഏകദേശം ഒരു 15 കിലോമീറ്ററോളം മുകളിലേക്ക് പോകാനുണ്ട്. ഇവിടെയുള്ള ഇതേപോലെ നാണികാക്കാനെ പോലുള്ള ആളുകൾ, കൃഷിക്കാർ, ഈ 4 വീൽ ഡ്രൈവുള്ള ജീപ്പുകളിലൊക്കെ മറ്റുമാണ് ഇങ്ങോട്ട് ദിവസവും വന്നു പോവുകയും ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഇവർ. ഫ്രണ്ട്സ്, ചായക്കാട് ഹിൽ സ്റ്റേഷനിലേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. നമ്മളെ ടീം ഒന്നായിട്ട് ഇപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന, നമ്മൾ ഇന്നലെ രാത്രി വന്നു കഴിഞ്ഞാൽ നേരത്തെ വരികയാണെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഏറുമാടാണ് ഈ കാണുന്നത്. ഈ ഏറുമാടത്തിലേക്ക് ഇന്നലെ രാത്രി എത്തി അവിടെ താമസിക്കുന്ന രാത്രി എന്നാണ് വിചാരിച്ചത്. നേരം വൈകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ രാവിലെ ഈ ഏറുമാടത്തിൻ്റെ ചുറ്റുഭാഗം ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്. ഇന്നലെ രാത്രി നേരത്തെ എത്തുകയാണെങ്കിൽ ഒരു 6 മണിക്ക് മുമ്പ് എത്തുകയായിരുന്നെങ്കിൽ ഈ ഏറുമാടത്തിൻ്റെ മുകളിൽ താമസിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ യാത്രയിലുള്ള ബുദ്ധിമുട്ടും എത്തിച്ചേരാൻ വൈകിയത് കൊണ്ടും കാട്ടാന ശല്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ ഫാം ഹൗസിൽ തന്നെ കൂടുക ചെയ്യുന്നത്. കരിപ്പാരക്കുണ്ട് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മുടെ ക്യാമറൻ്റെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഭംഗിയിൽ നിങ്ങൾ ആസ്വദിക്കുക. നമ്മുടെ ഏറുമാടത്തു നിന്നിട്ടുള്ള താഴേക്കുള്ള വ്യൂസ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഏറുമാടത്തിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളത്.
ഈ ഏർമാടത്തിനുള്ളിൽ ഏകദേശം ഒരു 5-6 ആളുകൾക്കൊക്കെ സ്റ്റേ ചെയ്യാനുള്ള റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ഈ ഏർമാടത്തിൻ്റെ ഉള്ളിലുണ്ട്. നല്ല ഫുൾ സെറ്റിങ്സിലാണ് സംഭവം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. താഴെ നിന്നൊരു ഇരുമ്പ് ഗോവണി കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റുപാടുള്ള ഒരു 6-7 മലകൾ കൂടിയ മലനിരകളുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു വിദൂര ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇതിൻ്റെ മുകളിൽ എത്താതിരുന്ന ഒരു കണക്കിന് ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ എത്തിയപ്പോഴേക്കും ഇതിൻ്റെ ചുറ്റുപാടുള്ള വാഴത്തോട്ടം കംപ്ലീറ്റ് കാട്ടാനകൾ ഇറങ്ങി മേഞ്ഞ് നിരത്തി പോയിട്ടുണ്ടായിരുന്നു. കാരണം രാത്രി വന്നു കഴിഞ്ഞ് നമ്മൾ ഈ ഏർമാടത്തിൻ്റെ മുകളിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അക്രമാസക്തരാവുകയെ നമ്മളെ ആക്രമിക്കാൻ തരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരവസ്ഥയും കൂടി, അതിനൊരു ഭീകരാവസ്ഥയും കൂടി ആലോചിച്ച് നോക്കുമ്പോൾ ഇന്നലെ നേരത്തെ എത്താതിരുന്നത് നന്നായി എന്നുള്ളൊരു ആശ്വാസം കൂടി തോന്നുന്നുണ്ട്. താഴെ വാഴത്തോട്ടത്തിൽ കംപ്ലീറ്റ് ആനകളും കയറി നിരങ്ങിയതിൻ്റെയും വാഴയും മറ്റും കൃഷി നശിപ്പിച്ചതിൻ്റെയും ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ആ ഒരു രംഗം കൂടി നമുക്ക് ഇരുട്ടായതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് ശബ്ദങ്ങളും കോലാഹലങ്ങളും മറ്റും ഞങ്ങൾ താഴെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഭാഗത്തേക്കൊക്കെ ഇവിടെ നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു. അതുപോലെ ഇവർ കാണുന്ന മുളംകൂട്ടത്തിലാണ് ഇവർ രാത്രികാലങ്ങളിൽ അവിടെ നിന്നാണ് വരുന്നതും തിരിച്ചു പോകുന്നത്. താഴെ കാണുന്ന മുളംകൂട്ടത്തിലേക്കാണ്. മുളംകൂട്ടം വഴിയാണ് മലയിലേക്കുള്ള അവരുടെ കാട്ടാനുള്ള പാത എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങനെ ഈ ഏർമാടത്തിന് മുകളിലെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്നിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ള നല്ലൊരു അനുഭവം. ഏതാണ്ട് 7 മലനിരകളോളം കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഇവിടെ എത്താനുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ 5 മല കയറിയിട്ടുണ്ട്. ഇനി ആ കാണുന്ന ഭാഗത്തേക്ക് എത്തണം. അവിടെയാണ് നമ്മുടെ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവും കാര്യങ്ങളും ഉള്ളത്. ഇനി ഒരു 2 മലയിലേക്ക് കൂടി കയറിയിട്ട് ഇറങ്ങണം. അപ്പോൾ അവിടേക്കുള്ള യാത്ര ഇനി ഇവിടുന്ന് വീണ്ടും തുടരുകയാണ്. ഈ കാട്ടിലുള്ള യാത്രയിലുള്ള വേറൊരു ബുദ്ധിമുട്ടാണ് ഈ അട്ടകൾ. അതിൻ്റെ വീണ്ടും യാത്ര തുടരുന്നു. വെയിലിങ്ങനെ ആവേശിച്ച് ഒരു ആന മാറും. ഇതിലുള്ള ഏരിയ തന്നെയാണ്, ഇതിലുള്ള ഏരിയ തന്നെയാണ്. പിന്നെ അതിൽ വല്ലാതെ ഇറങ്ങണം. കാട്ടുപാതയിലുള്ള സാഹസികമായിട്ടുള്ള നമ്മുടെ യാത്ര ശരിക്ക് ഒരാൾക്കും മുകളിൽ വളർന്നു നിൽക്കുന്ന കാട്ടുചെടികളും പുല്ലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വെട്ടിത്തെളിച്ച് ഇവിടെ അതിൽ വിജയിച്ച പല ആളുകളുണ്ട്. വണ്ടി പോയ ചാലുണ്ടല്ലോ, കൃഷിയാണ്, കൃഷിക്കാരാണ് ഇവിടുത്തെ പല ആളുകൾ, താമസക്കാർ. ഇപ്പോൾ ഈ ഒരു 500 ഏക്കറോളം ഉള്ള ഈ സ്ഥലം ഒരാളുടെ കൃഷിക്കാരപ്പാടത്തിനടുത്താണ് ഈ വാഴകൃഷി മറ്റും നടത്തി വരുന്നത്. ഇതൊക്കെ ആകെ പൂമാടി കണ്ടാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് കൃഷി കൊണ്ടുണ്ട്. ഈ കാട്ടാന ശല്യം, അതുപോലെ വന്യജീവികളുടെ ശല്യം, ഈ കൃഷി നശിപ്പിക്കലും എല്ലാ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ട് വേണം അത് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ വാർത്തല എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തോട്ടങ്ങളിൽ നമ്മൾ എത്താനായിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ചെറിയൊരു റെസ്റ്റിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്.
അതിൻ്റെ ഒരു ഷോൾഡർ വെയിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഷോൾഡർ അങ്ങനെ വരണേ. ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റും. സോ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 3-4 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. ആർത്തല എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചായക്കാട് മല പ്രദേശത്താണ്. ഇതിന് മുകളിലാണ് ബ്രിട്ടീഷുകാർ 1800-കളിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഇവരുടെ ബംഗ്ലാവ്. അന്നത്തെ കാലത്ത് ഈ വഴിയിലൂടെ അന്നത്തെ കാലത്തെ വലിയ വാഹനങ്ങളൊക്കെ എത്തിയിരുന്നു എന്നാണ് ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ അവരുടെ മുൻഗാമികളുടെയൊക്കെ സംസാരത്തിൽ നിന്ന് അറിവെന്ന് കിട്ടിയ കാര്യങ്ങളായിരിക്കും നമുക്ക് പങ്കുവച്ചിട്ടുള്ളത്. ഈ വഴിയിലൂടെയൊക്കെ നമുക്കിപ്പോൾ നമ്മൾ ഈ ദുർഘടം എന്ന് പറയുന്ന വഴിയിലൂടെയൊക്കെ പഴയ കാലത്ത് കാറുകളൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഒരു കാലത്ത് അടക്കി വാഴിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയൊക്കെ പ്രതിനിധികൾ താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവാണ് ഈ മലയുടെ മുകളിൽ ഇപ്പോൾ ഒരു ചരിത്ര അവശിഷ്ടമായിട്ട് നിലനിൽക്കുന്നത്. അത് ചരിത്രകുതികളായിട്ടുള്ള ആളുകൾക്ക്, ചരിത്ര അന്വേഷകർക്കൊക്കെ കണ്ടു മനസ്സിലാക്കാനും നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ തലമുറയുടെ ജീവിത രീതികളും മറ്റും അനുഭവിച്ചു വന്ന ബുദ്ധിമുട്ടുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഇത്തരത്തിലുള്ള യാത്രകൾ ഉപകരിക്കും. നമ്മൾ ഏകദേശം സ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ അടുത്തെത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. പഴയകാലത്ത് നിർമ്മിതിയാണ്. ഇതിൻ്റെ മുകളിലുള്ള മേൽക്കൂര ഷീറ്റൊക്കെ അവർ മാറ്റിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ആ ഒരു പ്ലാന്, അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഏതൊരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ് ഈ നിർമ്മിതികളും ഈ ബംഗ്ലാവൊക്കെ ഇപ്പോൾ ഉള്ളതെങ്കിലും അത് പൊളിച്ചു മാറ്റപ്പെട്ടിട്ടില്ല. ഏതൊരു വിനോദസഞ്ചാരിക്കും കാണാവുന്ന രീതിയിലാണ് ഇപ്പോൾ അതുള്ളത്. ഈ സ്ഥലത്തിൻ്റെ ഉടമകളെ മറ്റും പെർമിഷനോടുകൂടി ഏതൊരു സഞ്ചാരിക്കും വന്ന് കാണാവുന്നതാണ്. പഴയകാല നിർമ്മിതി, അതിൻ്റെ ഒരു ഉറപ്പും മറ്റും നമുക്ക് കാണാൻ പറ്റും. പഴയകാലത്തെ ഒരു ബ്രിട്ടീഷ് നിർമ്മാണ രീതിയിലുള്ള ഒരു കെട്ടിടമാണത്. പല ഭാഗങ്ങളും ദ്രവിച്ചും അല്ലെങ്കിൽ പൊളിച്ചു മാറ്റപ്പെട്ടൊക്കെ ഉണ്ട്. എന്നാലും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു ഷേപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. കെട്ടിടത്തിൻ്റെ പല ഭാഗത്തും
പല ഭാഗവും തകർക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്വയം തകർന്നു വീണ പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊന്നും ഇതുവരെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു പഴയകാല ബ്രിട്ടീഷ് നിർമ്മിതിയിൽ കാണാൻ ആവശ്യമുള്ള എല്ലാവിധ സൗകര്യങ്ങളും, ഇത് ഒരു മീറ്റിംഗ് ഹാൾ പോലെയുള്ളൊരു ഭാഗമാണ്. അതുപോലെ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കെട്ടിടത്തിൽ പഴയ കാലം മുതൽ തന്നെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ നെരിപ്പോട്, പഴയ കാലത്ത് തണുപ്പ് കാലത്ത് മറ്റും വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ചൂട് കായാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം നെരിപ്പോട്. അത് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക അന്നത്തെ കാലത്തുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു ബംഗ്ലാവിൻ്റെ അകത്ത് ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇത് കരിങ്കല്ലും മണ്ണും വെച്ചിട്ടാണ് ഈ ബിൽഡിങ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ചില ഭാഗങ്ങളിൽ ഈ കാണപ്പെടുന്ന കുഴി പോലുള്ള സാധനങ്ങൾ പഴയ കാലത്ത് ഈ ബ്രിട്ടീഷുകാരുടെ സമ്പത്ത് ഒക്കെ ഈ ഇതുപോലുള്ള ബംഗ്ലാവിൻ്റെ എന്താ പറയുക അടിത്തറയുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പിന്നീട് നാട്ടുകാരോ അല്ലെങ്കിൽ ഈ കെട്ടിടം വാങ്ങിയ ആളൊക്കെ ഒന്ന് ഒഴിച്ചു നോക്കിയതാണെന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയപ്പെടുന്നത്. എന്തായാലും തനിച്ച് വരാൻ ആർക്കും പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ബിൽഡിങ്ങിന് ചുറ്റുമുള്ളത്. മാത്രമല്ല വന്യജീവികളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടി ആയതുകൊണ്ട് ഒരിക്കലും തനിച്ച് വരാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. എന്തായാലും ഒരു ഭീകരാവസ്ഥയാണ് ഈ ഒരു ചുറ്റുവട്ടത്തും. പഴയകാലത്ത് ബ്രിട്ടീഷുകാരുടെ ക്രൂരമായിട്ടുള്ള ശിക്ഷാ നടപടികളൊക്കെ നേരിട്ടിരുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള ഈ ബംഗ്ലാവുകളെയും നിർമ്മിതികളൊക്കെ അല്ലെങ്കിൽ വീടുകളെയൊക്കെ കൊത്തളങ്ങളിൽ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ പറയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ക്രൂരമായിട്ടുള്ള പല ഭരണാധികാരികളും ഇത്തരത്തിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുന്നുള്ളതൊക്കെ നമ്മൾ ചരിത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു നിർമ്മാണങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് കാണാനുണ്ട്. ചില കല്ലറകൾ പോലുള്ള ഭാഗങ്ങൾ. ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ മുറ്റത്തു നിന്നുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ദൃശ്യങ്ങളുള്ളൊരു കാഴ്ചയാണ്. പഴയകാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ സമയം ചെലവഴിക്കാനും വേണ്ടിയിട്ട് ഇരുന്നിരുന്ന തറകൾ പോലെയുള്ള നിർമ്മിതികൾ ഒക്കെ ഇവിടെ കാണാറുണ്ട്. പിന്നെ ഇവിടുത്തെ സമീപവശമുള്ള ആളുകൾ പറയുന്നത് ഇവിടുന്ന് ബ്രിട്ടീഷുകാരുടെ ശിക്ഷാ നടപടികൾ നേരിട്ട് കൊണ്ടിരുന്ന ആളുകളെ ഇതേപോലെ തലയറുത്തും മറ്റും ഈ ഭാഗത്തുനിന്ന് ഈ തറ പോലെ കാണുന്ന ഭാഗത്തുനിന്ന് താഴേക്ക് കൊക്കയിലേക്ക് വലിച്ചെറിയുന്നൊരു ശിക്ഷാരീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് ഇവർക്ക് സമീപ പ്രദേശവാസികളുടെ ആളുകൾക്ക് ഒരു 6 തലയോട്ടികൾ ഈ ഭാഗത്തുനിന്ന് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലത്തിന് ആർത്തല എന്നുള്ള പേര് വന്നത് എന്നൊക്കെയാണ് പ്രദേശവാസികൾ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ വിവരങ്ങൾ. അപ്പോൾ ഈ ഭാഗത്താണ് ഈ തറ. ഇവിടെ 3 തറകളുണ്ട്. ഈ 3 തറയുണ്ട്. അവിടെ നിന്നായിരുന്നു ബ്രിട്ടീഷുകാർ തദ്ദേശവാസികൾ ആളുകളെ വിചാരണ ചെയ്യണം. അതുപോലെ ഇവർ താഴെ ഭാഗത്തുള്ള കാഴ്ചകൾ കാണാൻ ഒക്കെ വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന സ്ഥലം ഈ ഭാഗമാണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ ഭാഗമൊക്കെ നല്ല കാട് മൂടി കിടക്കുകയാണ്. ഇവിടെ ഈ ചായക്കാട് എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ഇപ്പം നമ്മുടെ മുൻഭാഗത്ത് കാണുന്നത് ഈ തേയില ചെടിയുടെ വലിയ മരങ്ങൾ കുറ്റിച്ചെടിയായിട്ട് വരേണ്ട തേയില ചെടികൾ കുറച്ചുകൂടി വലുതായിട്ട് മരങ്ങളായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തേയില ചെടികളെ കാട് എന്നുള്ള രീതിയിലാണ് ഈ ചായക്കാട് എന്നുള്ള പേര് ഈ ഭാഗത്ത് വന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. താഴേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള കൊക്കയാണ്. ഫ്രണ്ട്സ്, ചായക്കാട് മലമുകളിലുള്ള ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ബ്രിട്ടീഷുകാർ കാലത്ത് ഈ തോട്ടം മേഖലയിൽ നിന്നുള്ള
തൊഴിലാളികൾക്ക് അവരെ നിയന്ത്രിക്കാനും മറ്റുമുള്ള അവരുടെ ഉദ്യോഗസ്ഥരുമൊക്കെ താമസിക്കുന്ന വസതിയാണ് നമ്മൾ പുറകിൽ കാണുന്നത്. ഏതൊരു ചരിത്രാന്വേഷണവും സഞ്ചാരത്തിലും ആയിട്ടുള്ള ആളുകൾക്ക് ഏതൊരാൾക്കും കാണാനും ആസ്വദിക്കാനും പറ്റിയൊരിടമാണിത്. എല്ലാവരും കഴിയുന്നവരൊക്കെ കരുവാരക്കുണ്ട് ചായക്കാടിലുള്ള ഈ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കണം. ഇതിപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എങ്കിലും നമുക്ക് അനുഭവത്തോടു കൂടിയൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഈ കഴിയുന്നവർ ഈ ഭാഗത്ത് കാണാൻ വരാൻ പറ്റുന്നവർ. റിസ്കിയാണ്, ഹിൽ റൈഡാണ്, ഹില്ല് റോഡുകളാണ്. അപ്പോൾ വരാനും സഞ്ചരിക്കാനും നമ്മൾ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും ഒരു സാഹസിക സഞ്ചാരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു ഡെസ്റ്റിനേഷൻ വളരെ താല്പര്യമുള്ളൊരു കേന്ദ്രമായിരിക്കും, നല്ലൊരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും